ചരിത്രപ്രസിദ്ധമായ മൈസൂർ പട്ടണത്തിൻ്റെ തിലകക്കുറിയാണ് മൈസൂർ കൊട്ടാരം. ഇത് നേരത്തെ അറിയപ്പെട്ടിരുന്നത് അംബ വിലാസ് കൊട്ടാരം എന്നായിരുന്നു. മൈസൂരിലെ വോഡയാർ രാജകുടുംബത്തിൻ്റെ താമസ സ്ഥലമായിരുന്നു മൈസൂർ കൊട്ടാരം. ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം. ആയിരത്തി 1399 മുതൽ 1950 വരെ മൈസൂർ ഭരിച്ചിരുന്നത് വോഡയാർ രാജവംശമായിരുന്നു. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ഭരണകാലത്തും വോഡയാർ രാജവംശം ഈ കൊട്ടാരത്തിൽ തുടർന്നു. മൈസൂർ കൊട്ടാരത്തിന് 4 പ്രധാന കവാടങ്ങളുണ്ട്. പടിഞ്ഞാറുള്ള പ്രധാന കവാടത്തിനെ ജയ മാർത്താണ്ഡ കവാടമെന്നും, കിഴക്കുള്ള കവാടത്തെ ജയരാമ കവാടമെന്നും, വടക്കുള്ള കവാടത്തെ ബാലരാമ കവാടമെന്നും, തെക്കുള്ള കവാടത്തെ വരാഹ കവാടമെന്നുമാണ് വിളിക്കുന്നത്. 14-ാം നൂറ്റാണ്ടിലാണ് വോഡയാർ രാജവംശം മൈസൂരിൻ്റെ അധികാരം പിടിച്ചെടുത്തത്. അന്ന് യദുരായ വോഡയാർ എന്ന അന്നത്തെ രാജാവ് പണി കഴിപ്പിച്ച പഴയ കൊട്ടാരത്തിന് പുരാഗിരി അഥവാ ഓൾഡ് ഫോർട്ട് എന്നാണ് വിളിച്ചിരുന്നത്. പൂർണ്ണമായും മരം കൊണ്ടാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരുന്നത് എന്നതിനാൽ ആ കൊട്ടാരങ്ങൾ പലതവണ തകർക്കപ്പെടുകയും പൂർണ്ണമായും കത്തിച്ചാമ്പലാവുകയും ചെയ്തു. 1638 ഉണ്ടായ അതിശക്തമായ ഇടിമിന്നലിൽ കൊട്ടാരം കത്തിപ്പോവുകയും പിന്നീട് കണ്ടീരവ സരസ രാജ വോഡയാറാണ് കൊട്ടാരം പുതുക്കിപ്പണിതത്. 1793 കൊട്ടാരത്തിലെ പ്രധാന രാജ്ഞി തനിക്കെതിരായ ഗൂഢാലോചനയിൽ ബ്രിട്ടീഷുകാരുമായി ചേർന്നു എന്ന ആരോപണത്താൽ ടിപ്പു സുൽത്താൻ കൊട്ടാരം ആക്രമിക്കുകയും പിന്നീട് പുതുക്കിപ്പണിയുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ്റെ മരണശേഷം മൈസൂരിൻ്റെ അധികാരം കൃഷ്ണരാജ വോഡയാർ മൂന്നാമന് തിരികെ ലഭിക്കുകയും അദ്ദേഹം ഹിന്ദു നിർമ്മാണ കലയോടെ കൊട്ടാരം പുതുക്കി പണിയുകയും ചെയ്തു. 1897 രാജകുമാരിയായിരുന്ന ജയലക്ഷ്മണിയുടെ വിവാഹത്തോടനുബന്ധിച്ച് കൊട്ടാരത്തിന് തീപിടിക്കുകയും കൊട്ടാരം പൂർണ്ണമായും കത്തിച്ചാമ്പലാവുകയും ചെയ്തു. പിന്നീട് രാജ്ഞിയായ കെമ്പനാഞ്ചമ്മണി ദേവിയും അവരുടെ മകനായ കൃഷ്ണരാജ വോഡയാർ നാലാമനും പുതിയ കൊട്ടാരം നിർമ്മിക്കാൻ ഔദ്യോഗികമായി തീരുമാനമെടുത്തു. അവർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണ ചുമതല ബ്രിട്ടീഷുകാരനായ എഞ്ചിനീയറും നിർമ്മാണ വിദഗ്ധനുമായിരുന്ന ഹെൻറി ഇർവിനെ ഏൽപ്പിച്ചു. 1897 ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തി 1912 പൂർത്തീകരിച്ചു. ഹെൻറി ഇർവിൻ ഒരു നിർമ്മാണ വിസ്മയമാണ് മൈസൂരുവിന് സമ്മാനിച്ചത്. നിർമ്മാണം തുടങ്ങുമ്പോൾ ഏതാണ്ട് 21 ലക്ഷം രൂപയായിരുന്നു എസ്റ്റിമേറ്റെങ്കിലും പണി പൂർത്തിയായപ്പോഴത്തേക്കും 45 ലക്ഷം രൂപ ഇതിൻ്റെ നിർമ്മാണത്തിന് മൈസൂർ രാജ്യം ചെലവഴിച്ചു.
1930 പുതിയ ദർബാർ ഹാൾ കൊട്ടാരത്തിനോട് കൂട്ടിച്ചേർത്തത്. ഹിന്ദു, മുഗൾ, രജപുത്ര നിർമ്മാണ കലകൾ സമന്വയിപ്പിച്ചാണ് മൈസൂർ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. മൂന്ന് നിലകളിൽ നിർമ്മിച്ചിരിക്കുന്ന മൈസൂർ കൊട്ടാരത്തിൻ്റെ ഗോപുരത്തിന് 145 അടി ഉയരമുണ്ട്. 145 അടി നീളമുള്ള ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് തവിട്ട് നിറത്തിലുള്ള ഗ്രാനൈറ്റും അതിനു മുകളിലുള്ള ഗോപുരത്തിന് പിങ്ക് മാർബിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ കൊത്തുപണികളുള്ള വാതിലുകളും ഗ്ലാസ് സീലിങ്ങുകളും നല്ല തിളക്കമുള്ള ഫ്ലോറിംഗ് ടൈലുകളും ലോകമെമ്പാടുമുള്ള കലാസൃഷ്ടികളും കൊട്ടാരത്തിൻ്റെ ഉൾഭാഗത്തെ അതിമനോഹരമാക്കിയിരിക്കുന്നു. കൊട്ടാരത്തിൻ്റെ എല്ലാ മുറികളും അതിശയിപ്പിക്കുന്ന രീതിയിൽ ആഡംബരപൂർണവും ആകർഷണീയവുമാണ്. കൊട്ടാരത്തിൻ്റെ നിയന്ത്രണം 1950 കർണാടക സർക്കാർ ഏറ്റെടുത്തെങ്കിലും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇപ്പോഴും മൈസൂർ രാജകുടുംബത്തിൻ്റെ കൈവശമാണ്. മൈസൂർ രാജകുടുംബം ഇപ്പോഴും താമസിക്കുന്നത് മൈസൂർ കൊട്ടാരത്തിൻ്റെ അവർക്ക് അനുവദിക്കപ്പെട്ട ഭാഗത്താണ്. മൈസൂരിലെ പ്രധാനപ്പെട്ട ദസറ ആഘോഷം ഈ കൊട്ടാരത്തെ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നത് മൈസൂർ കൊട്ടാരമാണെന്ന് പറയാം. കണ്ടാലും എത്ര തവണ സന്ദർശിച്ചാലും മതിവരാതെ വീണ്ടും വീണ്ടും സന്ദർശിക്കാൻ സഞ്ചാരികളെ പ്രേരിപ്പിക്കുന്ന അതിമനോഹരമായ നിർമ്മാണ വൈദഗ്ധ്യമാണ് മൈസൂർ കൊട്ടാരത്തിൻ്റേത്.
സന്ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ബ്രിട്ടീഷുകാരായ ഫിലിപ്സിനെയും എലിയെയും പുറത്ത് കണ്ടുമുട്ടിയത് അവരുടെ അനുഭവത്തിലൂടെ. And you? Bishop Philip and Ellie. Yes. Correct. All from England. Yes, Indeed. we are. Great Britain. Okay. Yeah. How is this place? We really love it. Can you believe it? We have been now 4 times. What time? This is the 4th time we have been to Mysore Palace. We really love it. So beautiful. So, yeah, we love it, but also we think Mysore is a wonderful place. We love coming to India, and we come every year. We've been coming for about 4 or 5 years, and we have 3 or 4 months here. We escape the winter in England where it is so cold.